വർഷത്തെ കാത്തിരിപ്പ് അതാ വീണ്ടും ആറ്റുകാൽ പൊങ്കാല എത്തിയിരിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ അങ്കിളിന്റെ വീട്ടിൽ തന്നെ നമ്മൾ ഇത്തവണ 2 ദിവസം മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നേ. തലേ ദിവസം നമ്മൾ അമ്പലത്തിന്റെ ആ സൈഡിലൊക്കെ എല്ലാ തവണയും പോകാറുണ്ട്. എനിക്ക് പറ്റുമ്പോഴൊക്കെ വീഡിയോസ് അതിൻ്റെയൊക്കെ ഇടാറുമുണ്ട്. അപ്പോൾ ഇത്തവണയും നമ്മൾ തലേ ദിവസം അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. തൊഴാനൊന്നും കയറാൻ പറ്റത്തില്ല, കാരണം നല്ല തിരക്കാണ്. ഞാനും വിഷ്ണുവും റോഷ്നിയാണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ 3 പേരുമായിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എങ്ങനെ പോയാലും ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ പോയ സമയത്ത് വിളക്ക് കെട്ട് കാണാൻ പറ്റി, 2 വിളക്ക് കെട്ട് കാണാൻ പറ്റി. ചെണ്ടമേളവും ആഘോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ വിളക്ക് കെട്ട് പോകുന്നുണ്ടായിരുന്നു. തൊഴാനായിട്ടും ദേവിയെ കാണാനായിട്ടും ഒക്കെയുള്ള ക്യൂ അങ്ങ് നീണ്ട് നിരന്ന് അങ്ങ് ഒരു കടൽ പോലെ കിടക്കുകയാണ്. ആ ഭാഗത്തോട്ടൊന്നും പോകാനേ പറ്റിയില്ല. അങ്ങനെ ഏത് ഉത്സവം കാണാൻ പോയാലും നമ്മൾ കഴിക്കാറുള്ള പോലെ ഇതുപോലെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കുടിച്ച് നേരെ ഒരു 12 ആയപ്പോഴും നമ്മൾ വീട്ടിലെത്തി. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കണ്ടാലോ? രാവിലെ തന്നെ തെരളിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്കിളുടെ വീടിന്റെ അടുത്തായിട്ടാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ നമ്മൾ നേരത്തെ തലേ ദിവസം തന്നെ അടുപ്പിനുള്ള കല്ലൊക്കെ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇതൊക്കെയാണ് പൊങ്കാല വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.